ജിസേൽ പുറത്തായിട്ടില്ല, സീക്രട്ട് റൂമിലാണെന്നാണ് ചില ആളുകൾ ഇപ്പോൾ പറയുന്നത്. അതിന് അവർ പറയുന്ന ചില ന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്നലെ നടന്ന എവിക്ഷൻ ഒരുപാട് പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പലരും ഇത് അൺഫെയർ ആണെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഉറപ്പായ വിവരങ്ങൾ പ്രകാരം നമ്മുടെ ജിസേലിനെ അവർ എവിക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഈ കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. പകരം ബിഗ് ബോസ് താരം ഇപ്പോൾ സീക്രട്ട് റൂമിലാണത്രേ. ഇവർ പറയുന്നത് എന്തുകൊണ്ട് വിശ്വസിക്കണം? അതായത് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോയിന്റ് ടിക്കറ്റ് കൺഫർമേഷനാണ്. എവിക്റ്റായ ഒനിയൽ സാബുവിന് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആയിട്ടും ജിസേലിൻ്റെ പേരിൽ ഇതുവരെ ഒരു ടിക്കറ്റ് പോലും ബുക്ക് ചെയ്തിട്ടില്ല. ഇനി പഴയ ചരിത്രം നോക്കിയാൽ മുൻ സീസണിൽ, അതായത് കഴിഞ്ഞ സീസണിൽ 6ാമത്തെ സീസണിൽ നമ്മുടെ നോറയെയും ഇതേപോലെ എവിക്റ്റ് ചെയ്ത് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം നോറ പ്രേതമായി ഉടൻ തന്നെ ഹൗസിലേക്ക് റീ എൻട്രി നടത്തിയത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്. ജിസേലും തിരിച്ചു വരുമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ടോപ്പ് 5-ൽ എത്തിയതെങ്കിൽ പോലും ഒരു ടോപ്പ് 7, ടോപ്പ് 8 ഒക്കെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ജിസേൽ ആര്യനുമായിട്ട് കൊടുത്ത കണ്ടന്റ് നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിന് പുറത്ത് പ്രേക്ഷകരുണ്ടായിരുന്നു. ജിസേലിന് വോട്ട് കുറവാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ജിസേൽ ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് എവിക്റ്റ് ചെയ്തതിന് ശേഷം സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് 2 ദിവസം കഴിഞ്ഞ് കയറ്റി വിടാനുള്ള പരിപാടിയാണെന്ന് അറിയാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ എക്സ്പോസ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പ്രത്യേകിച്ച് ഷാനവാസ്, അക്ബറൊക്കെ ഒനിയൽസ് നമ്മുടെ ഈ ജിസേലിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ എക്സ്പോസ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാത്തിരുന്ന് കാണാം. എന്തായാലും ഉറപ്പായ വിവരങ്ങളുമായി നമ്മുടെ ചാനൽ വീണ്ടും വരും. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ബിഗ് ബോസ് വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.